Officer on Duty. Director Jitu Ashraf. Writer Shahi Kabir. Martin Prakart Films ആണ് ആക്ച്വലി ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മാർട്ടിൻ പ്രാക്കാട്ടിൻ്റെ കൂടെ തന്നെ രഞ്ജിത്ത് നായർ അതുപോലെ തന്നെ സിബി എന്നിവർ ചേർന്നിട്ടാണ് ആക്ച്വലി സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റാറിംഗ് കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, ജഗദീഷ്, വിശാഖ് നായർ, അഞ്ജു എബ്രഹാം, മീനാക്ഷി, അതുപോലെ തന്നെ വിശാഖ് ശങ്കർ എന്നിങ്ങനെ ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഓഫീസർ ഓൺ ഡ്യൂട്ടി. ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ജോണറായിട്ടുള്ള ത്രില്ലർ സ്വഭാവമാണ്. സോ ത്രില്ലർ സ്വഭാവത്തിനകത്ത് തന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ ആനന്ദ് ശ്രീബാല പോലുള്ള സിനിമകളൊന്നും അങ്ങനെ വർക്ക് ആയിട്ടില്ല മലയാളത്തിനകത്ത്, ഈവൻ ദോ അതൊരു നല്ല ത്രില്ലർ ആണെങ്കിൽ കൂടി. പക്ഷേ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിൻ്റെ ഒരു പേസിൽ ഭയങ്കരമായിട്ട് വേറിട്ട് നിൽക്കുന്നുണ്ട്. ഭയങ്കര സ്പീഡിലൊരു സിനിമ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം സ്റ്റാർട്ട് ടു എൻഡ്, ഈവൻ ദോ അതൊരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നല്ലൊരു പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഒരു സീറ്റ് എഡ്ജ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ സിനിമേൻ്റെ അകത്ത് ആക്ച്വലി ഇതിൻ്റെ ഡയറക്ടറും അതുപോലെ തന്നെ റൈറ്ററും ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ചാക്കോ ബോബൻ്റെ ഇപ്പോൾ ബോഗൻവില്ലയൊക്കെ പുള്ളിക്കാരൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഒരു പ്രോപ്പർ സീരിയസ് റോൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പരിപാടി ഇതിൻ്റെ അകത്ത് ആക്ച്വലി പിടിച്ചിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സീനുകളൊക്കെ വളരെ നന്നായിട്ട് വർക്ക്ഔട്ട് ആവണം. ഇതിനകത്ത് തന്നെ പ്രിയാമണി പറയുന്നത് ചോക്ലേറ്റ് ഹീറോ അല്ലേ പണ്ടത്തെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ട് ആ ഒരു ഇമേജ് ഷിഫ്റ്റിന് ഭയങ്കര കാര്യമായിട്ട് വന്നിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഈ സിനിമ എന്ന് വേണ്ടിയിട്ട് നമുക്ക് പറയാം. കേസന്വേഷണമാണ് ആക്ച്വലി സിനിമയുടെ ഇതിവൃത്തം. പിന്നെ മലയാളത്തിലുള്ള എല്ലാ കുറ്റാന്വേഷണ സിനിമയിലുള്ള പോലെ തന്നെ നായകന് എന്തെങ്കിലും ഒരു കുഴപ്പം ഈ സിനിമയിലുണ്ടാവും. നായകന് ഒരു പാസ്റ്റ് ഉണ്ടാവും. നായകന് എന്തെങ്കിലും ഒരു സ്പെക്യുലർ പരിപാടി നായകനുണ്ടാവും. സോ അങ്ങനെയുള്ള ഒരു ടെംപ്ലേറ്റ് സാധനങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം സ്റ്റോറിയിലേക്ക് വരുന്ന സമയത്തും അതിൻ്റെ ഒരു റേസിനെസ് കാരണം ആക്ച്വലി ഈ സിനിമ നമുക്ക് നല്ലൊരു അനുഭവം ആക്ച്വലി ഈ സിനിമ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള നമ്മൾ പറഞ്ഞില്ല, അതൊരു സസ്പെൻസ് പെർസ്പെക്റ്റീവിലല്ലാതെ എന്നാൽ വന്നിട്ട് സിനിമക്ക് ആവശ്യമായിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് അവിടെ ഇവിടെയൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ അതായത് ഒരു ലീനിയർ രീതിയിലുള്ള കുറ്റാന്വേഷണം അല്ലാതെ നമുക്ക് എവിടെയൊക്കെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരണോ അവിടെയൊക്കെ ആക്ച്വലി റൈറ്റർ പ്രേക്ഷകനെ ട്വിസ്റ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട്. ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് കുഞ്ചാക്കോവിന് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രിയാമണിയും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ജഗദീഷ് വളരെ ചെറുതാണെങ്കിലും വളരെ നല്ലൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയ് ആണ്. നമ്മുടെ ബേബി ജീൻ പാടിയ ഒരു പാട്ട് ഭയങ്കര യങ്സ്റ്റേഴ്സിനിൽ ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതല്ലാതെ വന്നിട്ട് 2 പാട്ടുകളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി റോബി വഗീസ് രാജ്, കണ്ണൂർ സ്ക്വാഡൊക്കെ ചെയ്തിട്ടുള്ള പുള്ളിയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മോസ്റ്റ്ലി ഡൾ ലൈറ്റിംഗ് ഒക്കെ ഉള്ള സമയത്തുണ്ട്. എഡിറ്റർ ചമൻ ചാക്കോ ഒരു 2 മണിക്കൂർ 20 മിനിറ്റ്. ഫസ്റ്റ് ഹാഫ് വന്നിട്ട് ഏകദേശം 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് ആണ് ആക്ച്വലി 1 hour 15 minutes ഉള്ളത്. വളരെ നന്നായിട്ട് ആ സെക്കൻഡ് ഹാഫിലെ പാക്കിംഗ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായി. എന്നാലും സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ സിനിമ തീരുന്നു വിചാരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വലിച്ചു നീട്ടിയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായി. ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് അത് ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗംഭീരമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇതിന് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എടുത്തു പറയാനുള്ള ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ കൊറിയോഗ്രഫിയാണ്. ആക്ഷൻ കൊറിയോഗ്രഫി എത്ര ശ്രമിച്ചിട്ടും ആരാണെന്ന് എനിക്ക് 2 പേരുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മോർച്ചറി ഫൈറ്റ് ഉണ്ട്. ആ മോർച്ചറി ഫൈറ്റ് സെപ്പറേറ്ററാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഫൈറ്റ് സെപ്പറേറ്റ്. എസ്പെഷ്യലി മോർച്ചറി ഫൈറ്റ് ഭയങ്കര സൂപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഒരു കൊറിയോഗ്രഫി എന്ന് പറഞ്ഞില്ല, അത് വല്ലപ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് ആക്ച്വലി. സോ അത് വളരെ നന്നായിട്ട് തോന്നി. ആക്ഷൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ട് ആക്ച്വലി ഓഫീസർ ഓൺ ഡ്യൂട്ടി ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വന്നിട്ട് ക്യാരക്ടർ വൈസ് അയച്ചാൽ റേസി ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഒക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റിയിട്ട് ഇമോഷണൽ സൈഡ് ആയി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് പരിപാടിയൊന്നുമില്ല, എന്നാൽ പോലും അത് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതായത് പ്രേക്ഷകനെ ബോറടിക്കാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ സിനിമ ഇത്രയും ടോക്ക് ആവാനുള്ള റീസണും. ആൾക്കാരിലേക്ക് വരുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ആൾ വിശാഖ് നായരാണ്. വിശാഖ് നായർ ആക്ച്വലി നമ്മൾ ട്രെയിലറൊക്കെ കണ്ട പോലെ തന്നെ വില്ലനായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്.
ഒരു എന്താ പറയുക ഒരു അഡിക്റ്റിൻ്റെ ഒരു എക്സ്ട്രീമിസം കാണിക്കുന്ന ഒരു ക്യാരക്ടർ. അവരുടെ കൂടെ തന്നെ രണ്ട് മൂന്ന് വേറെ ആൾക്കാരുണ്ട്. ഒരു അഡിക്റ്റ് പരിപാടി കാണിക്കുന്ന സമയത്ത് വിശാഖ് നായർ അത് ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞില്ല, ഒരു ഓവർഡൂ ആയി പോയോ എന്ന് എനിക്ക് പേഴ്സണലി ഒരു ഒപ്പീനിയൻ ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞില്ല, അതിൻ്റെ ഒരു എക്സ്ട്രീമിസം കാണിക്കുന്ന സമയത്ത് ഇപ്പം അവർ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു എക്സ്ട്രീമിസം കാണിക്കുന്ന സമയത്ത് അത് വന്നിട്ട് സിനിമയാണല്ലോ. ഇപ്പം ആക്ഷൻ വയലൻസ് ഓവർ ആയിട്ടുള്ള സിനിമയായിക്കാളും ശരി, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഇപ്പോൾ ഹണീബിയൊക്കെ ഇറങ്ങിയ സമയത്ത് ഹണീബിയിനകത്ത് വന്നിട്ട് ഈ ഒഴിപ്പൊക്കെ കണ്ടിട്ടുള്ള നമുക്കൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അത്ര ഒരു മെച്ചോർഡ് അല്ലാത്ത ആൾക്കാർക്കൊക്കെ അതൊക്കെ കുറച്ചും കൂടി വന്നിട്ട് അത് ഒരു ഇൻസ്പിറേഷൻ പോലെ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതൊക്കെ വന്നിട്ട് ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു പേടി ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി. സോ അത് കുറച്ചൊരു ഓവർഡൂ ആയി പോയി. എനിക്കറിയില്ല ഇത് എ സർട്ടിഫിക്കറ്റ് ഫിലിമാണോ അതോ യുബാറയാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എല്ലാവരും വരുന്ന പെർസ്പെക്റ്റീവ് ആകുമ്പോൾ എല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ട് ആക്ച്വലി, ബുക്ക് മൈ ഷോയ്ക്ക് നല്ല. അപ്പോൾ അത് കുറച്ചൊന്ന് ഓവർഡൂ ആയി പോയില്ലേ എന്നെനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, അഭിനയത്തിലേക്ക് വരുന്ന സമയത്ത് അവരത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ട് അവരത് പോർട്രേ ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബനായിട്ടുള്ള കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ വർഷത്തെ വൺ ഓഫ് ദ തിയേറ്ററിക്കൽ ഹിറ്റ് എന്ന് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കാഴ്ചയാണ്. സോ എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, നമ്മൾ ത്രില്ലർ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോയി കാണാൻ പറ്റിയ നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് ആക്ച്വലി ഓഫീസർ ഓൺ ഡ്യൂട്ടി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇൻ തിയേറ്റർ.